ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ സൂപ്പർ ഗ്രനോള ആർക്കിന്റെ പാർട്ട് 7 ആണ്. അപ്പോൾ ഒട്ടും തന്നെ വൈകിക്കുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഗോക്കു വേഴ്സസ് ഗ്രനോള എന്ന ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. അത്യാവശ്യം നല്ല രീതിയിലാണ് ഇവരുടെ ഫൈറ്റ് അങ്ങ് പോകുന്നത്. അങ്ങനെ ഇവർ ഫൈറ്റ് ഒക്കെ ചെയ്ത് ഫോറസ്റ്റിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഫൈറ്റ് ഒക്കെ കാണിക്കുന്നു. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടാണ് ഈ ഫൈറ്റ് ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് സീരീസ് ആയിട്ട് വരുമ്പോൾ തന്നെ ഈ ഒരു ഫൈറ്റ് തന്നെ ഒരു എപ്പിസോഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത്രത്തോളം അടിപൊളിയായിട്ടാണ് ഈ ഫൈറ്റ് ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ ഫൈറ്റിൽ നേരത്തെ ഗോക്കു സൂപ്പർ സൈൻ ഗോഡ് ഫോമിൽ അൾട്രാ ഇൻസ്റ്റിക്റ്റ് എങ്ങനെ യൂസ് ചെയ്തോ അതുപോലെ തന്നെ സൂപ്പർ സൈൻ ബ്ലൂ ഫോമിലും ഗോക്കു അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്യുന്നു. ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ ഈ കാര്യങ്ങളൊക്കെ ഗ്രനോളയോട് ഗോക്കു പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. നേരത്തെ എങ്ങനെ സംഭവിച്ചോ അതുപോലെ തന്നെ പിന്നെയും നടക്കുകയാണ്. അൾട്രാ ഇൻസ്റ്റിക്റ്റ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗ്രനോളയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഗോക്കു ഗ്രനോളയുടെ അടുത്തെത്തി കാമയാമേഹ യൂസ് ചെയ്യും. ആ ഒരൊറ്റ ബ്ലാസ്റ്റിൽ തന്നെ ഗ്രനോള തെറിച്ചടിച്ച് വീഴുന്നു. അതേ സെയിം ടൈം ഗോക്കുവും അവിടെ വീഴുന്നുണ്ട്. ഇത് കണ്ട് ഗ്രനോള പറയും, നീ എന്ത് യൂസ് ചെയ്താലും അത് നിനക്ക് തന്നെ അവസാനം പണി തരും. കൂടാതെ നീ ഏത് ട്രാൻസ്ഫോർമേഷനിൽ മാറിയാലും ഞാൻ തന്നെയാണ് ഇവിടെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ ഗ്രനോള പറയുന്നു. ഗോക്കു പറയും, അത് അൾട്രാ ഇൻസ്റ്റിക്റ്റിന്റെ കുഴപ്പമല്ല, ഞാൻ കറക്റ്റായി അൾട്രാ ഇൻസ്റ്റിക്റ്റ് ട്രെയിനിങ് ചെയ്തിട്ടില്ല. ഗ്രനോള പറയും, സയൻസിന്റെ വംശം തന്നെ എന്റെ കൈകൊണ്ട് അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അണ്ടർഗ്രൗണ്ടിൽ നിന്നും ഫ്ലാഷ് ഒക്കെ വന്ന് ഗോക്കുവിനെയും എടുത്ത് മുകളിലേക്ക് പോകുന്നു. ഈ സമയം പ്ലാനറ്റ് സീരിയലുള്ളവരൊക്കെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗോക്കു അതിൽ നിന്നും ഒരുവിധം രക്ഷപ്പെട്ട് വെജീറ്റയുടെ അടുത്തെത്തുന്നു. അങ്ങനെ ഒരുവിധം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഗോക്കു വെജീറ്റയോട് ചോദിക്കും, ഇത് ഏതാണ് സ്ഥലം, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അപ്പോഴാണ് വെജീറ്റ ഗ്രനോളയുടെ ഒറിജിനൊക്കെ ഗോക്കുവിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഫ്രീസർ സയൻസിനെ വെച്ച് ഈ പ്ലാനറ്റ് അറ്റാക്ക് ചെയ്തതും അവന്റെ വംശത്തെ തന്നെ ഇല്ലാതാക്കിയതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഗോക്കു പറയും, ഓ അപ്പോൾ ഗ്രനോള നല്ലവൻ തന്നെയാണ്, എങ്ങനെയെങ്കിലും ഗ്രനോളയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമെന്നൊക്കെയും പറയുന്നു. അങ്ങനെ ഇവർ പറയുന്നതൊക്കെ ആ എലക്കിന്റെ കൂടെയുള്ള ആ ഒരുത്തൻ കേൾക്കുന്നുണ്ടാകും. ഗോക്കു പറയും, എന്നാൽ നമുക്ക് അവരുമായിട്ടൊരു കോംപ്രമൈസിൽ എത്താം. വെജീറ്റ പറയും, അതൊന്നും നടക്കാൻ പോകുന്നില്ല, നമ്മളെയൊക്കെ കൊല്ലാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയായി മാറിയത്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ അവനെ ഫൈറ്റ് ചെയ്യാമെന്ന് ഗോക്കു പറയുന്നു. വെജീറ്റ പറയും, ഇനിയും ഫൈറ്റ് ചെയ്യാൻ പോവുകയാണോ? ഗോക്കു, എനിക്ക് ചെറിയൊരു ഹോപ്പ് ഉണ്ട്, ഞാൻ അൾട്രാ ഇൻസ്റ്റിക്റ്റിന്റെ ഫുൾ പവർ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഗോക്കു മാസ്റ്റേർഡ് അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ ഗ്രനോളയുടെ അടുത്തെത്തുന്നു. ഗ്രനോള തന്നെ ഷോക്കായി പോകുന്നു. കാരണം ഗോക്കുവിന്റെ വീക്ക് പോയിന്റ് തന്നെ ഇപ്പോൾ ഗ്രനോളയ്ക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഗോക്കു പറയും, ഇതാണ് പെർഫെക്റ്റ് അൾട്രാ ഇൻസ്റ്റിക്റ്റ്, ഇതെനിക്ക് കുറെ സമയം യൂസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഗ്രനോളയുടെ കണ്ണിൽ വെച്ചിട്ടുള്ള ആ ഒരു സാധനത്തെ നോക്കി ഒരൊറ്റ അടി കൊടുക്കും. സെയിം ടൈം ഗ്രനോളയും അവിടെ വീഴുന്നുണ്ട്. ഗോക്കു ഇതേ സമയം ഞാൻ പറയുന്ന കാര്യം കേൾക്കാമോ എന്ന് ചോദിക്കും. ഗ്രനോള, മിണ്ടാതിരി, നിങ്ങൾ എന്റെ വംശത്തെ തന്നെ കൊന്നവരാണ്, നിങ്ങളോട് സംസാരിക്കാൻ തന്നെ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഇവരുടെ ഫൈറ്റ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. ഗ്രനോളയ്ക്ക് ഈ സമയം ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല, കാരണം മാസ്റ്റേർഡ് അൾട്രാ ഇൻസ്റ്റിക്റ്റിലാണ് ഗോക്കു ഉള്ളത്. ഫൈറ്റിനിടയിൽ ഗോക്കു എങ്ങനെയെങ്കിലും ഗ്രനോളയെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് വെജീറ്റ ഇനി എപ്പോഴത്തെയും പോലെ ഇവൻ തന്നെ അവസാനം ജയിക്കുമോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും വെജീറ്റ പെട്ടെന്ന് തന്നെ വേറൊരു എനർജി സെൻസ് ചെയ്യുന്നു. അത് നമ്മളെ നോക്കിയാണ് വരുന്നതെന്നും വെജീറ്റ പറയുന്നുണ്ട്. ഈ സമയം ഗ്രനോള പറയുന്നു, നിങ്ങൾ ഇത്രത്തോളം പവർഫുൾ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതേ സമയമായിരിക്കും വെജീറ്റയുടെ അടുത്ത് ഒരു സ്പേസ് ഷിപ്പ് ഇറങ്ങുന്നത്. അപ്പോൾ തന്നെ ഗോക്കുവിന്റെ അടുത്തുള്ള ഗ്രനോള പതിയെ മറിഞ്ഞു പോകുന്നു. ഇതേ സമയം അതാ ആ വെജീറ്റ കണ്ടിരുന്ന സ്പേസ് ഷിപ്പിൽ നിന്നും ഗ്രനോള പുറത്തേക്ക് ഇറങ്ങുന്നു. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും സമയം ഇവരുടെ കൂടെ ഫൈറ്റ് ചെയ്ത ഗ്രനോള എന്ന് പറയുന്നത് ഗ്രനോളയുടെ ഒരു ക്ലോൺ മാത്രമായിരുന്നു. ക്ലോൺ തന്നെ ഇത്രയും പവർഫുൾ ആണെങ്കിൽ ഗ്രനോളയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. വെജീറ്റ ഗ്രനോളയെ കാണുമ്പോഴേക്കും അവിടെ നിന്നും മറിഞ്ഞ് ഗോക്കുവിന്റെ അടുത്ത് എത്തുന്നു. ഗോക്കുവിന്റെ അടുത്ത് എത്തിയ ഉടൻ തന്നെ ചെസ്റ്റിനടിച്ച് ഒരു പഞ്ചും കൊടുക്കുന്നു. ഗോക്കു പെട്ടെന്ന് തന്നെ നോർമൽ ഫോമിലാകുകയും ഗോക്കു തെറിച്ചടിച്ച് വീഴുകയും ചെയ്യുന്നു. അതൊരു അത്യാവശ്യം നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ആണ് അവിടെ ഉണ്ടാക്കിയത്. ആ ഒരു അടിയിൽ തന്നെ ഗോക്കുവിന്റെ ബോധവും പോകുന്നു. ഈ സമയമായിരിക്കും നമ്മുടെ വെജീറ്റ അവിടെ കടന്നു വരുന്നത്. ഗോക്കുവിന്റെ വീക്ക് പോയിന്റ് ഒക്കെ മനസ്സിലാക്കി നീ അവനെ നോക്ക് ഡൗൺ ചെയ്തു, ശരി, ഇനി നീ എന്റെ കൂടെയാണ് ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് വെജീറ്റ ഗ്രനോളയോട് പറയും. ഗ്രനോള, നീ എന്താണ് തമാശ പറയുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വെജീറ്റ പറയും, ഇപ്പോൾ നിന്റെ ഓപ്പണന്റ് ഞാനാണ്. അതുപോലെ വെജീറ്റ, നീ മാത്രമാണ് നിന്റെ വംശത്തിൽ ബാക്കിയായിട്ടുള്ളൂ, ഇനി നീയായിട്ട് എന്തിനാ ജീവിച്ചിരിക്കുന്നത്?
അവരുടെ കൂടെ പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് ട്രിഗർ ചെയ്യും. വെജീറ്റ ഇത് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും കൂടി മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോയുടെ ലെങ്ത് കുറച്ച് കുറവാണ്, കാരണം ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ മുഴുവനായിട്ടും ഫൈറ്റ് മാത്രമായിട്ടാണ് കൂടുതലായിട്ടുള്ളത്. ഞാൻ മാക്സിമം അത് എൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇനി വെജീറ്റ വേഴ്സസ് ഗ്രനോള എന്നുള്ള ഫൈറ്റ് ഓക്കെ, ഞാൻ ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം അടുത്ത പാർട്ടിൽ ഞാൻ കറക്റ്റ് ആയിട്ട് അതിനെക്കുറിച്ചിട്ട് വിശദീകരിച്ച് തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.